പൂതാടി ഗ്രാമപഞ്ചായത്തിലെ ഇരുളത്താണ് അനിയന്ത്രിതമായി ഭൂഗർഭജലം പമ്പ് ചെയ്യുന്ന ഈ കുഴൽക്കിണർ. ജലക്ഷാമം രൂക്ഷമായ കാലത്താണ് ഇരുളം മിച്ചഭൂമിയിലെ ഓമനയുടെ പറമ്പിൽ കുഴൽക്കിണർ കുഴിച്ചത്. പിന്നീട് ഏകദേശം 20 വർഷമായി ഇതാണ് സ്ഥിതി. ഇപ്പോൾ ഇഷ്ടം പോലെ വെള്ളം. ഇപ്പോൾ എല്ലാവരും കുളിക്കുന്നു, അലക്കുന്നു. രാത്രി ഒരു 10-10 വരെയൊക്കെ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടുന്ന് തന്നെ ജനങ്ങൾ അതിനിടയ്ക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, വണ്ടിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട്. പൈപ്പിട്ട് എടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് അങ്ങനെ ടാങ്ക് ഓരോരുത്തർ വണ്ടിയിൽ അടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കിലോമീറ്ററുകൾ അകലെ നിന്ന് നിരവധി വീടുകളിലേക്ക് കുടങ്ങളിലും ടാങ്കറുകളിലും കുടിവെള്ളം കൊണ്ടുപോകും. വരൾച്ച പിടികൂടിയ സമീപ പ്രദേശങ്ങളിലുള്ളവർ കുളിക്കാനും അലക്കാനും എത്തും. വേനൽക്കാലത്ത് വരുമ്പോൾ നമ്മളെ കിണറുകളിലൊന്നും ഒരു തുള്ളി പോലും വെള്ളം കിട്ടാതെ വരുമ്പോൾ നമ്മളിത് ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത്. ഇവിടുന്നാണ് അലക്കലും കുളിക്കലും ഒക്കെ, വെള്ളം കുടിക്കാനായിട്ടും ഒക്കെ ഇവിടുന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ജലം ശേഖരിക്കാനും സംഭരിക്കാനും പഞ്ചായത്ത് പണ്ടൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. MP ഫണ്ടിൽ നിന്ന് 5 ലക്ഷം ചെലവിട്ട് പമ്പ് സ്ഥാപിച്ചു, ടാങ്ക് നിർമ്മിച്ചു, വീടുകളിലേക്ക് പൈപ്പ് വിട്ടു. പക്ഷേ പദ്ധതി പാതി വഴിയിൽ മുടങ്ങി. 90% പണി പൂർത്തീകരിച്ച് നിന്നിട്ടുള്ളതാണ്. പിന്നീട് വന്ന ഭരണസമിതി അതിന് വേണ്ട രീതിയിലുള്ളൊരു താല്പര്യം കാണിക്കാതെ അതിൻ്റെ അലംഭാവം കൊണ്ട് തന്നെയാണ് ആ പദ്ധതി നിശ്ചലമായി പോയത്. പൈപ്പും സംവിധാനങ്ങളൊക്കെ ഇനിയും ഒരു വലിയൊരു പൈസ കിട്ടിയെങ്കിൽ മാത്രമേ അത് നമുക്ക് ഒരു പൂർത്തീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയും ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ മുമ്പ് ചെലവിട്ടതിൻ്റെ ഇരട്ടി പണം വേണം. ഇരുളത്ത് ഇങ്ങനെ ഓരോ നിമിഷവും പാഴാകുന്നത് അനേകർക്ക് ആശ്രയമാകേണ്ട ജീവജലമാണ്. ഇതിനിടെ അധികൃതർ പൊടിച്ചു കളഞ്ഞതോ ജനങ്ങൾ ചോരനീരാക്കിയുണ്ടാക്കിയ ലക്ഷങ്ങളും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം സജീവ്, ന്യൂസ് 18.